കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ വിഷയമെന്ന് പറയുന്നത്, കാരണം 2024 ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്നാണ് ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി കോൺഗ്രസ് പാർട്ടി, കേരളം ഭരിക്കുന്ന CPM പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ദൂരദർശൻ പ്ലാറ്റ്ഫോമിൽ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ പ്രദർശിപ്പിച്ചു. ഉടൻ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോടും ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോടും ആവശ്യപ്പെടുന്നു, ഈ സിനിമ പ്രദർശിപ്പിക്കരുത്, ഇത് കേരളത്തെ മോശമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അതേ ദിവസം തന്നെ കേരളത്തിലെ ഇടുക്കി രൂപത, അതായത് കാത്തലിക് സഭയുടെ ഇടുക്കി രൂപത അവരുടെ സൺഡേ സ്കൂളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു, പബ്ലിക്കായിട്ട് കാണിക്കുന്നു. ഉടൻ തന്നെ VD സതീശൻ പറഞ്ഞു, കാത്തലിക് സഭ കാണിച്ച വളരെ മോശമാണ്, ഒരിക്കലും അത് അവിടെ അതേപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കരുതായിരുന്നു. CPMൻ്റെ കേരളത്തിൻ്റെ സെക്രട്ടറി MB ഗോവിന്ദൻ അദ്ദേഹം പറയുന്നു, ഏറ്റവും തറയായിട്ടുള്ള മൂവിയാണ് കേരള സ്റ്റോറി. അദ്ദേഹം ഏത് മൂവിയാണ് തറയെന്നും ഏത് മൂവിയാണ് ഹൈ സ്റ്റാൻഡേർഡ് എന്നും കൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് ഇത് യഥാർത്ഥ ഇഷ്യൂവിലോട്ട് പോകാം. അതിനുശേഷം നിങ്ങൾ കാണണം, താമരശ്ശേരി രൂപത, അതേപോലെ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്, അവർ കേരളത്തിൽ എല്ലായിടത്തും ഈ മൂവി കാണിക്കാൻ പോവുകയാണ്. ഇവിടെ ഇലക്ഷനും മാറ്റിവെക്കാം, നമുക്ക് ഇലക്ഷനുമായിട്ടും പൊളിറ്റിക്സ് എല്ലാം മാറ്റിവെച്ചിട്ട് ഈ മൂവിയെ പറ്റി, ഇതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഈ മൂവി റിയാലിറ്റി മൂവിയാണോ, എന്താണ് ഇത്രയും പ്രശ്നമുണ്ടാകാനുണ്ടായ കാരണം വീണ്ടും അത് ചർച്ചയ്ക്ക് വരികയാണ്. ഈ മൂവിക്കെതിരെ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോയി. അവസാനം ഇത് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി. അവസാനം അതൊന്നും നടന്നില്ല. ഇത് പബ്ലിക് വ്യൂവിൽ വന്നു, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി, ഇത് ഇന്ത്യയിൽ അവതരിപ്പിക്കാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിക്കാം എന്നുള്ള അനുവാദവും കിട്ടി. അപ്പോൾ ഈ മൂവിയുടെ യഥാർത്ഥ സത്യം എന്താണ്? എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷവും, അതായത് കോൺഗ്രസ് പാർട്ടി, അവരുടെ കൂടെയുള്ള ഘടകകക്ഷിയായ മുസ്ലിം ലീഗും, അതേപോലെ തന്നെ കേരളത്തിലെ ഭരണകക്ഷി CPM ആണെങ്കിൽ അവരുടെ കൂടെയുള്ളവരും ഈ മൂവിയെ ഇത്ര എതിർക്കുന്നതിൻ്റെ കാര്യം എന്താ? അവർ പറയുന്ന ഈ മൂവി ഒരിക്കലും സത്യമല്ല എന്ന് പറയുന്നു. അവിടെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ 100-ലധികം കപ്പിൾസ്, യങ് കപ്പിൾസ്, ഇവരെ കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ഇതാണ് ഇതിൻ്റെ അകത്ത് തീമെന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളെ ഈ മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ചെറുപ്പക്കാർ ഇവരെ പ്രേമിച്ച് ട്രാപ്പിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവരെ റാഡിക്കലൈസ് ചെയ്തു. ഈ പെൺകുട്ടികളെ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നും അതേപോലെ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് ഇതേപോലെ റാഡിക്കലൈസ് ചെയ്യുന്നത്. ഇത് MM അക്ബറിൻ്റെ നീച്ച് ഓഫ് ട്രൂത്തിൽ പോയിട്ടുള്ള വീഡിയോകൾ, അവിടെ പോയി കൺവേർഷൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഈ തീവ്രവാദ രീതിയിലോട്ട് കൊണ്ടുപോകുന്ന ഇവരുടെ സംസാരിക്കുന്ന വീഡിയോകൾ, ഇത് കേരളത്തിലാണെങ്കിലും ലോകം മുഴുവൻ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഇവർ പറയുന്നത് എന്താണ്? ഈ പെൺകുട്ടികൾ പറയുന്നത് എന്താണ്? എന്നിട്ട് ഇവരെല്ലാം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ജിഹാദിന് വേണ്ടി പോയി. അതും തെളിവില്ലയോ? ഏകദേശം 100-ലധികമാണ് ഇതേപോലെയുള്ള കപ്പിൾസ് ഈ കൺവേർട്ട് ചെയ്തിട്ട് ഈ ജിഹാദിന് വേണ്ടി പോയത്. ആരാണ് ഇതിന് ഉത്തരവാദി? പിണറായി വിജയൻ സഖാവ്, VD നേതാവ്, ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിന് ഉത്തരവാദമുണ്ടായിരുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ കംപ്ലീറ്റ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിന് പേരിൽ കുറ്റം പറയുന്നില്ല. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റികൾ, അതായത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ കാണിച്ച വൃത്തികെട്ട വകതിരിവിനെ സപ്പോർട്ട് ചെയ്തു. MM അക്ബറിൻ്റെയും ആരാധകരായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗവും. അദ്ദേഹം പീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും. ഇതിൽ നിന്ന് ആകർഷിച്ച് ഈ ചെറുപ്പക്കാരെ മുഴുവനും വർഗീയവൽക്കരിച്ച് ജിഹാദി മനുഷ്യ ബോംബുകളാക്കി
സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ വിട്ടതിന് ആരാണ് ഉത്തരവാദി? കേരള പോലീസ് അങ്ങനെയുള്ള എത്ര പേർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തു? ഇതിനെ സപ്പോർട്ട് ചെയ്ത വലിയൊരു വിഭാഗമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. ഈ പറയുന്ന പല മുസ്ലിം ഓർഗനൈസേഷനും ഇവരെ ഇയാളെ സപ്പോർട്ട് ചെയ്തു. എത്ര കേസുകൾ എടുത്തു? എത്രയോ വീടുകൾ ക്രൈസ്തവരാണെങ്കിലും ഹിന്ദുക്കളുടെയും വീട്, കാരണം എനിക്കറിയാവുന്ന പല ഫാമിലിയുണ്ട്. കാരണം കാത്തലിക് സഭ തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് ഏകദേശം 4000-ൽ പരം ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണ് കൊണ്ടുപോയത് അവർ പറയുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവർ ഡേറ്റ ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പം ഇത്രയും പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന്, ഈ ഫാമിലിയിൽ നിന്ന് ഈ റാഡിക്കൽ ഇസ്ലാമിലോട്ട് കൊണ്ടുപോയിട്ട് ജിഹാദി ബോംബുകളായിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കൊണ്ടുപോയിട്ട് ഉത്തരവാദി ആരാണ്? അതിൽ എത്രയോ പേര് തിരികെ വന്നിട്ട് തിഹാറിലും മറ്റുള്ള ജയിലുകളിലും കിടപ്പുണ്ട്. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതൊന്നും നടന്നില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? എന്തിനാണ് നേരത്തെ ലോക്നാഥ് ബെഹ്റ കേരളത്തിൻ്റെ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പത്രത്തിന്. കേരളത്തിലെ ഡീറാഡിക്കലൈസേഷൻ, അതായത് തീവ്രവാദ ഇസ്ലാമിൽ നിന്നും മാറ്റുവാൻ വേണ്ടി കേരള പോലീസിൻ്റെ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങി. അത് വൻ സക്സസ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ എത്രമാത്രമാണ് സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള പല വിഭാഗങ്ങളും. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ നടന്നതാ. ഇതൊക്കെ കാത്തലിക് ചർച്ചുകളിലും മറ്റുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ വലിയ ഡിസ്കഷൻ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ പഠിക്കുന്ന പെൺകുട്ടികളെ മുസ്ലിങ്ങളെ പേരുള്ള ചെറുപ്പക്കാരെ കണ്ട മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം പള്ളികളിലും ചർച്ചകളിലും ഒക്കെ വലിയ കൗൺസിലിംഗ് കൊടുത്തു സംഭവം. കാരണം ഇവരിൽ വലിയൊരു വിഭാഗം തീവ്രവാദികളാണ്, അത് സത്യവുമാണ്. കാരണം സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് ഹമാസിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്, ലീഗ് ഉൾപ്പെടെ. പരസ്യമായിട്ടില്ലേ ഹമാസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രൂരമായ തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്തത്? അതിനെതിരെ കേരളത്തിലെ കോൺഗ്രസും ഈ CPM ഒരക്ഷരം മിണ്ടിയോ? CPM-നകത്ത് സ്വരാജ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഹമാസിനെ സപ്പോർട്ട് ചെയ്തു. കോൺഗ്രസിന്റെ പല നേതാക്കൾ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇത് ഉറപ്പായിട്ടും കേരളത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉറപ്പായിട്ടും ഇപ്രാവശ്യം 2024 ഇലക്ഷനിൽ പ്രതിഫലിക്കും. ഈ കേരള സ്റ്റോറിയുമായിട്ട് ഇത്രമാത്രം ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാർ ഈ ബഡ്ഡിംഗ് സ്റ്റേജിലെ കുട്ടികളെ കൺവേർട്ട് ചെയ്തിട്ട് ഈ തീവ്രവാദ ജിഹാദിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് നിശബ്ദമായിരുന്നു. ഇവിടെ ആലപ്പുഴയിൽ പരസ്യമായിട്ട് ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും കൊല്ലുമെന്ന് PFI നടത്തിയ പ്രകടനം, എന്ത് രീതിയിലുള്ള ആക്ഷനാണ് കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് എടുത്തത്? പരസ്യമായിട്ടല്ലേ പറഞ്ഞത്? പിന്നെ അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ കയറി ഇടപെട്ടപ്പോഴാണ് പ്രശ്നങ്ങൾ ഇതിനൊരു പരിഹാരമുണ്ടായത്. ഞാൻ ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ആകെപ്പാടെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ഇത് നടന്നോ ഇല്ലയോ? 100-ലധികം പേര് കേരളത്തിൽ നിന്നും ഈ യങ് കപ്പിൾസ് കൺവേർട്ട് ചെയ്തവരെ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കൊണ്ടുപോയോ ഇല്ല? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം എന്താ? കേരളത്തിലെ സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും MP ഗോവിന്ദനാണെങ്കിലും ഉത്തരം എന്താ? ഇത് നടന്നോ ഇല്ലയോ? ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. അതിരൂക്ഷമായ രീതിയിൽ എന്നിട്ട് അതിനെ വിമർശിക്കുമ്പോൾ ഇവിടുത്തെ ചില മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും സോഷ്യൽ മീഡിയയിൽ അങ്ങ് അർമാദിക്കുമായിരുന്നു വല്ലാത്ത രീതിയിൽ. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? കാരണം ഈ സ്വരങ്ങൾ അടിച്ചൊതുക്കുക. ഇന്നും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഈ കൊണ്ടുപോയി ഇത്രയും ഫാമിലിയോട് ക്ഷമ ചോദിച്ചില്ല. എന്തുകൊണ്ടാണ് ഇവരെ കൺവേർട്ട് ചെയ്തോ? കല്യാണം കഴിച്ചോ? അതിലൊന്നും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ ഇതൊക്കെ പറയുന്നുണ്ട്. കൺവേർട്ട് ചെയ്തോ, കല്യാണം, ഇതൊക്കെ ശരിയാണ്. അതിനെ തീവ്രവാദ സംഘടനയായിട്ട് മനുഷ്യ ബോംബായി കൊണ്ടുപോയതിനെതിരെ കേരളത്തിലെ എത്ര മുസ്ലിം സംഘടനകൾ അതിനെതിരെ സംസാരിച്ചു? ഇതാണ് ചോദ്യം. മുസ്ലിം ലീഗ് പോലും നിശബ്ദമായിരുന്നു.
കേരളത്തിൽ ഈ പറയുന്ന സമസ്തയാണെങ്കിലും മറ്റുള്ള സംഘടനകളൊന്നും ഇതിനെതിരെ ശക്തമായ രീതിയിൽ അപലപിക്കുവാനും അക്ബർ എന്ന് പറഞ്ഞ കാപാലികൻ, അത് ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് ഇവരെല്ലാം ഈ ഇൻടോക്സിക്കേഷനൊക്കെ ചെയ്തിട്ട് ഇവരെ ജിഹാദിയായിട്ടാക്കി എടുത്തിട്ട് പുറത്തോട്ട് വിടുന്നത്. അയാൾ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുകയില്ലയോ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഇവനെയൊക്കെ പൊക്കിയെടുത്ത് അകത്തിട്ടു. കാരണം ഇവനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഉറപ്പായിട്ടും അത് BJPയുടെ ക്രെഡിറ്റ് തന്നെയാണ്. അത് മോദി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. ഈ PFI ആണെങ്കിലും SDPI ആണെങ്കിലും ഇതേപോലെ തീവ്രവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്തുവാൻ ഉറപ്പായിട്ടും BJPക്കും മോദിക്കുമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് കുറച്ചെങ്കിലും BJPയോട് താല്പര്യം തോന്നി തുടങ്ങിയത്. കാരണം ഇവനെ ആരും നിലയ്ക്ക് നിർത്തും? അല്ലെങ്കിൽ അടുത്ത ഗാസയാക്കും കേരളം. ഉറപ്പായിട്ടും ആ രീതിയാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ്. ഇതിനെ ആര് കൺട്രോൾ ചെയ്യും? ഇതിനെ ആര് പൂച്ചയ്ക്കാര് മണി കെട്ടുന്നുള്ള ചോദ്യമുണ്ട്. കാരണം തീവ്രവാദത്തെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇവനെ ഒതുക്കിയത്. അപ്പോഴത്തേക്ക് വീണ്ടും ഈ സിനിമയുടെ യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവമാണ്. അതിനെപ്പറ്റി പറഞ്ഞു, അതിനെപ്പറ്റി കാണിക്കും, പള്ളിയിൽ കാണിക്കും, സൺഡേ സ്കൂളിൽ കാണിക്കും. അത് പള്ളിക്കാരുടെ ഇഷ്ടമാണ്. അതെവിടെ കാണിക്കണം സതീശനും ഗോവിന്ദനും അല്ല തീരുമാനിക്കുന്നത്. കാരണം അവരുടെ കുടുംബത്തിൽ വന്ന സംഭവമാണ്, പ്രശ്നമാണ്. മറ്റുള്ള കുട്ടികളെയും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആ ചർച്ചിൻ്റെ രൂപതയുടെ അവരുടെ കടമയാണ്. അത് നടത്തുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? അതവൻ്റെ ജനാധിപത്യ ഇന്ത്യയിൽ അവൻ്റെ അവകാശമാണ്. അതവൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും.